നമസ്കാരം. സിനിമ എന്ന് പറയുന്നത് ഒരു ചൂതാട്ടം പോലെയാണ് എന്ന് പലരും പറയാറുണ്ട്. വിജയിക്കും എന്ന് കരുതി എടുക്കുന്ന ചിത്രം പരാജയപ്പെടും. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഇറക്കിയ പല സിനിമകളും സൂപ്പർ ഹിറ്റായി ഓടിയ ചരിത്രവുമുണ്ട്. സിനിമാ നിർമ്മാണ രംഗത്തേക്ക് പണ്ട് നമ്മുടെ നാട്ടിൽ പല കമ്പനികളും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുള്ള ചില കുടുംബങ്ങൾ അവർ പിൽക്കാലത്ത് പിന്നീട് ഈ സിനിമ ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക്, മറ്റ് ബിസിനസ്സുകളിലേക്ക് തിരിയുകയായിരുന്നു. ഇത് സിനിമയുടെ അനിശ്ചിതത്വം എന്നുള്ള ആ ഒരു മാനസിക സമ്മർദ്ദം കൂടി താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാനാണ് സാധ്യത. ഏതായാലും ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നൂറുകണക്കിന് കോടി രൂപ മുടക്കിയാണ് സിനിമകൾ പലരും നിർമ്മിക്കാറുള്ളത്. ബോളിവുഡിൽ ഒരു നിർമ്മാതാവിന് തുടർച്ചയായി ഒന്നോ രണ്ടോ തിരിച്ചടികളുണ്ടായാൽ, വൻ പരാജയങ്ങളുണ്ടായാൽ പിന്നെ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ രാജ് കപൂർ പോലും അദ്ദേഹത്തിൻ്റെ മേരാ നാം ജോക്കർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം അത് ദയനീയമായി പരാജയപ്പെടുകയാണ്. പിന്നീട് ബോബി എന്ന ചിത്രം നിർമ്മിച്ചാണ് അദ്ദേഹത്തിന് അതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ കഴിഞ്ഞത്. മേരാ നാം ജോക്കർ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു. എന്നിട്ട് പോലും ആ പടം പരാജയപ്പെടുകയായിരുന്നു. അതിലെ പാട്ടുകളും ഇന്ന് ഹിറ്റാണ്. ആ സിനിമ നല്ല സിനിമയായിരുന്നു. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടോ അത് വിജയിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ബോളിവുഡിൽ ചർച്ചയാവുന്നത് ഒരു നിർമ്മാതാവിനെക്കുറിച്ചാണ്. റോണി സ്ക്രൂവാല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് ബോളിവുഡിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി അദ്ദേഹമാണ്. 13,000 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. റോണി സ്ക്രൂവാല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നിർമ്മിച്ച 5 ചിത്രങ്ങൾ വൻ ഫ്ലോപ്പുകളായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 1997 പുത്രൻ ദിൽ കെ ജരോക്കമേം എന്ന സിനിമയായിരുന്നു അദ്ദേഹം ആദ്യമായി നിർമ്മിച്ചത്. അന്നത്തെ പ്രധാനപ്പെട്ട താരമായിരുന്ന മനീഷ കൊയ്രാളെ ഉൾപ്പെടെയുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും ഈ പടം പരാജയപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഓരോരോ ചിത്രങ്ങൾ നിർമ്മിക്കുകയും അവയെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ മൊത്തം 5 ഫ്ലോപ്പുകൾ അദ്ദേഹത്തിൻ്റെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉൾപ്പെട്ടിരുന്നു. സാധാരണഗതിയിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ സിനിമാ രംഗം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാൽ റോണി സ്ക്രൂവാല ഇതിന് വിശദീകരിക്കുന്നത് തനിക്ക് മറ്റൊരു മേഖലയെക്കുറിച്ചും അവിടെ ബിസിനസ് നടത്തുന്നതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. സിനിമ മാത്രമേ അറിയാവൂ. അതുകൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിന്ന് സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേര് UTV എന്നായിരുന്നു. പിന്നീട് UTV മലയാളത്തിൽ ചില സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം UTVയുടെ പേരങ്ങ് മാറ്റി പുതിയൊരു സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേരിട്ടുകൊണ്ടാണ് സിനിമാ നിർമ്മാണം ആരംഭിച്ചത്. ഏതായാലും ഇവിടെ അദ്ദേഹത്തെ ഭാഗ്യം കടാക്ഷിക്കുക തന്നെ ചെയ്തു. RSVP മൂവീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. രണ്ടും കൽപ്പിച്ച് പരമാവധി നല്ല സംവിധായകന്മാരെ ഉൾപ്പെടുത്തി നല്ല തിരക്കഥ കണ്ടെത്തി വളരെ വ്യക്തമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിനിമ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നയം. ഇതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നിർമ്മിച്ച സിനിമകളെല്ലാം തന്നെ വമ്പൻ ഹിറ്റുകളായി മാറിയത്. ലസ്റ്റ് സ്റ്റോറീസ്, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, രാത് അകേലി ഹെ, പാവ കഥൈകൽ, സാം ബഹാദൂർ തുടങ്ങിയ സിനിമകളൊക്കെ തന്നെയാണ് അദ്ദേഹം കുറേ നാൾ മുമ്പ് നിർമ്മിച്ചത്. ഇവയിൽ പലതും വലിയ തോതിലുള്ള ഹിറ്റായി മാറുകയും ചെയ്തത്. അപ്പോഴും അദ്ദേഹം വളരെ വിനയനേതനായി തന്നെ പറയുകയാണ്, താൻ ഒരുപാട് ഗവേഷണം നടത്തിയാണ്, രണ്ടും കൽപ്പിച്ചാണ് ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിച്ചത് എന്നാണ്. കാരണം ആദ്യത്തെ 5 സിനിമകൾ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഓരോ സിനിമയും സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നുള്ള വ്യക്തമായൊരു അനുഭവ ഗുണപാഠം അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളുകയും അങ്ങനെ ഒടുവിൽ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് സിനിമയിൽ നടത്താനും കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നത് നിരവധി അന്താരാഷ്ട്ര ബഹുമതികളാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2008 എസ്ക്വയർ എന്ന പ്രസ്ഥാനം 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി സ്ക്രൂവാലയെ തിരഞ്ഞെടുത്തിരുന്നു. തീർന്നില്ല, ഇനിയും നിരവധി അന്താരാഷ്ട്ര ബഹുമതികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഫോർച്യൂൺ മാസിക ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ, ഫോർബ്സ് മാഗസിൻ തുടങ്ങിയ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അവരുടെ പ്രധാനപ്പെട്ട വിജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായൊരു കാര്യം. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം ഉണ്ടായാൽ തിരിഞ്ഞോടരുത് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി എവിടെയാണ് തനിക്ക് പരാജയം ഉണ്ടായതെന്ന് കണ്ടെത്തുന്നതിലായിരുന്നു സ്ക്രൂവാലയുടെ വിജയം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി കൃത്യമായ തിരക്കഥയും നല്ല സംവിധായകരും അതുപോലെ നല്ല അഭിനേതാക്കളും എല്ലാം ചേർന്ന ഒരു മികച്ച സംരംഭത്തിന് മാത്രമേ ഒരു നല്ല വിജയമാകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നതിനും അദ്ദേഹം ഉള്ള അഭിമുഖങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് സ്ക്രൂവാല ഇന്ന് ബോളിവുഡിലെ ഏറ്റവും ആസ്തിയുള്ള നിർമ്മാതാവായി മാറിയത്. ഇന്നും അദ്ദേഹത്തിൻ്റെ മേഖല സിനിമ മാത്രമാണ്. മറ്റു പലരും മറ്റു പല വ്യവസായ മേഖലകളിലേക്ക് അതിന് ശ്രദ്ധ തിരിക്കുമ്പോൾ സിനിമയിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് പരമാവധി ഹിറ്റുകൾ സൃഷ്ടിക്കാനും അതുവഴി വലിയ തോതിലുള്ള വിജയം നേടാനും തന്നെയാണ് ഇപ്പോഴും സ്ക്രൂവാലയുടെ ശ്രമം. ഏതായാലും നമുക്ക് പലർക്കും ഇദ്ദേഹം അപരിചിതനാണ് എങ്കിൽ പോലും ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും അധികം അറിയപ്പെടുന്ന ഇന്ത്യക്കാരിൽ ഒരാളാണ് റോണി സ്ക്രൂവാല എന്നുള്ളതാണ് വാസ്തവം.